സുഹൃത്തുക്കളെ എല്ലാവരും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ബിസിനസ്സിൻ്റെ ചില രീതികൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി ഇപ്പുറത്തുള്ള സ്ഥലം ദേവർശാല എന്ന് പറയും. ഇപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പരസ്യം ചെയ്യാറുണ്ട്. നമ്മുടെ തേയിലപ്പൊടിയെ കുറിച്ചും ഊട്ടി വർക്കിനെ കുറിച്ചും പിന്നെ ഇവിടുത്തെ കുരുമുളകിനെ കുറിച്ചും ഏലത്തിനെ കുറിച്ചൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യാറുണ്ട്, വ്ളോഗിൽ പറയാറുണ്ട്. പക്ഷേ കുറേ പേർക്ക് അറിയില്ല അതെന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ. ചിലവരൊക്കെ അന്വേഷിക്കാറുണ്ട്, പക്ഷേ കുറേ പേര് ഒന്നും അറിയാണ്ടായാലും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് എനിക്ക് ഓർഡർ തരാറുണ്ട്. അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. കയറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫാക്ടറിയിൽ പോയിട്ട് മേടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അത് കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ വഴിയെ പാക്ക് ചെയ്യണം, കാരണം ഊട്ടി വർക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഊട്ടി വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കെല്ലാം പാക്ക് ചെയ്തിട്ട് വിടണം. ഇതിലെന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുരുമുളകൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ നീലഗിരി കിട്ടുന്ന നല്ല വയനാടൻ കുരുമുളകാണ്. അതായത് ഇത് എക്സ്ട്രാ ബോൾട്ട് എന്ന് പറയും. നല്ല ഫസ്റ്റ് ക്വാളിറ്റി കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം പാക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലൂടെ വർക്കി ആഡ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിന്ന് വർക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 15 കിലോ വർക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്കി ഇന്നൊരു 10-12 ആകുമ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ വർക്കി എടുത്തിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് ഇന്ന് അയക്കണം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യണമെന്നുള്ളതൊക്കെ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ പുറപ്പെട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാറില്ല. പിന്നെ ഇന്നിങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആരും എന്നോട് ദേഷ്യപ്പെടരുത്. കാരണം നിരവധി ആളുകൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടുത്തെ ഊട്ടി വർക്ക് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴേ ഓർത്തിരുന്നത് എങ്ങനെയൊന്ന് പരിചയപ്പെടുത്തണമല്ലോ, ഒന്ന് കാണിക്കണമല്ലോ എന്ന്. അപ്പോൾ ശരി, ഇന്ന് ഏതായാലും കുറച്ച് ഓർഡറൊക്കെ അയക്കാൻ പോവാണ്. നമുക്ക് വേറെ വീഡിയോ എടുക്കാൻ പോകാനൊന്നും സമയം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഇത് എടുക്കാൻ അവിടെ ചെന്ന് ഇനി നമ്മൾ വർക്ക് എത്തും, അത് അവിടെ വന്ന് പോയി എടുക്കാനൊക്കെ ഒരുപാട് സമയമാകും. അപ്പോൾ ഇന്ന് നമുക്ക് എവിടെയും വീഡിയോ എടുക്കാനൊന്നും പോകാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ശരി, ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ നമുക്ക് സംശയങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. കൂടെ എൻ്റെ ഈ ഒരു രീതി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള സംഭവങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനും സാധിക്കും എന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ഉദ്ദേശം. അതുകൊണ്ട് പതിവ് പോലെ എല്ലാ വീഡിയോയിൽ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ആരും ദേഷ്യപ്പെടരുത്. ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇവിടെ വണ്ടി ഞാൻ പാർക്ക് ചെയ്തു. നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഊട്ടി വർക്ക് എടുത്തിട്ട് വരണം. ഊട്ടി വർക്ക് എടുത്തിട്ട് വന്നിട്ട് അത് ഇതിലുള്ള തേയിലപ്പൊടിയൊക്കെ ചേർത്തി നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ ഊട്ടി വർക്ക് എടുക്കാൻ നമ്മൾ വർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അതവിടെ മേലെ അവിടെ ഒരു ഷോപ്പിലെങ്ങാണ്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മളത് അവിടെ പോയിട്ട് ഇന്നിട്ട വർക്കിയാണ് കേട്ടോ. ഇപ്പോൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് കയറ്റി വിട്ടതാണ്. ഞാനത് അവിടെ പോയിട്ട് എടുത്തിട്ട് പിന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇതാക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയിട്ട് അവിടെ പോയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളെ കൂടുതലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് കിട്ടുകയില്ല, എവിടെ പോയാലും പാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എനിക്കിവിടെ പാർക്കിംഗ് കിട്ടിയത്. വണ്ടി ഇവിടെ നിർത്തി. ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് ചുമന്നിട്ട് വരണത്. അത് ചുമന്ന് ഇപ്പോൾ മഴ വേറെ പെയ്യുന്നുണ്ട്, ചുമന്ന് കൊടുന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളത് ഈ വണ്ടി കൊടുന്ന് എത്തി അതെല്ലാം പാക്ക് ചെയ്തിട്ട് റെഡിയാക്കണം. അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി. അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. നമുക്ക് ഡോർ അടച്ചിട്ട് ലോക്കാക്കിയിട്ട് പോവാം. വണ്ടി ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി നടന്നു പോകണം അങ്ങോട്ട് കുറച്ച് ദൂരം. അപ്പോൾ ഗൂഡല്ലൂർ ടൗണിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. പോയിട്ട് എടുത്തിട്ട് വരാം. മഴ ചാറുന്നുണ്ട് കുറേ നേരമായി. നല്ല ട്രാഫിക്കാണ് ഇവിടെ. വണ്ടിയായിട്ട് ഇവിടെ ഒന്നും പോയിട്ട് എവിടെയും നിർത്തി സാധനം എടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനിപ്പോൾ അവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ കൂടുതൽ നടക്കണം. ഇത് നടന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ സാധനങ്ങൾ കയറ്റിയിട്ട് അതിൻ്റെ ശേഷം അവിടുന്ന് ചുമന്നിട്ട് ഇതുവഴി വീണ്ടും തിരിച്ച് നടക്കണം. എന്നിട്ട് പിന്നെ നമ്മളെ വണ്ടി പോയിട്ട് അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഒട്ടിച്ച് അഡ്രസ്സ് എഴുതി വീണ്ടും അവിടുന്ന് നമ്മൾ വർക്ക് അവിടുന്ന് എടുത്തിട്ട് വന്നു കേട്ടോ.
അതായത് ഞാൻ അവിടുന്ന് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഈ 3 പാക്കറ്റിലാണുള്ളത്, അല്ല 3 കാർട്ടൂണിലായിട്ടാണുള്ളത്. അപ്പോൾ ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ വർക്ക് ഉള്ളതെന്ന്, അതെങ്ങനെയാണ് അതിൻ്റെ പാക്കിംഗ് ഉള്ളത്. നല്ല ഫ്രഷായിട്ട് അതിൻ്റെ ചെറിയ ചൂട് പോലും ഇപ്പോഴും ഉണ്ട്. ഇത് സാധാരണ ഇവിടെ വർക്ക്, ഇവിടെ ഒരുപാട് ബേക്കറികൾ, ഇവിടെ പരിസരത്തായിട്ടുള്ള ഒരുപാട് ബേക്കറികളുണ്ട്. നമുക്ക് ഈ വർക്ക് എല്ലാ ബേക്കറികളിലും അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഓവനിൽ പ്രിപ്പയർ ചെയ്യണ വർക്ക് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകത ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കാണുന്ന വർക്ക് അങ്ങനെ കിട്ടൽ ഭയങ്കര റെയറാണ്. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതിന് നല്ല വിലയുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതാണ് ഊട്ടി വർക്കി എന്ന് പറഞ്ഞ സാധനം. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ചേച്ചിമാരെ വർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കി. ഇത് പിന്നെ ഊട്ടിയിൽ ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ വളരെ സുപരിചിതമാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഈ വർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെതായ രീതിയിൽ കിട്ടുക എന്നുള്ളത് അപൂർവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് കൊടുന്ന് ഇതുപോലെ ഇതാക്കി വെച്ചത്. ഇതിലുള്ള ചായപ്പൊടി ഏലമൊക്കെ ഉണ്ട്, ഇതുണ്ടോ, ഏലം ഉണ്ട്, കുരുമുളകുണ്ട്. ഇതെല്ലാം ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ഇനി പേക്ക് ചെയ്യണം. പേക്ക് ചെയ്തിട്ട് കൊറിയർ ഓഫീസിലേക്ക് വീണ്ടും ഇത് ചുമന്നിട്ട് പോകണം. നെക്സ്റ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓർഡർ തന്ന ആളുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഓർഡർ തരുന്ന അവർ പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ ഞാനെല്ലാം ഡയറിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കും, അഡ്രസ്സ് സഹിതം. ഇനി ഓരോ അഡ്രസ്സ് നോക്കിയിട്ട് അതിലെന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഓരോ ബോക്സിൽ വെച്ചിട്ട് പേക്ക് ചെയ്തിട്ട് ടൈ ചെയ്ത് പിന്നെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു 10-25 കിലോമീറ്ററോളം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഓടണം. ഒന്നാമത് വണ്ടി, പിന്നെ അതിൻ്റെ പുറമെ നമ്മളുടെ കുറേ എഫേർട്ട് ഉണ്ട്. ഇതുപോലെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ടി നിർത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചുമന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം. അപ്പോൾ അതിന് ഓട്ടോ ഒക്കെ വിളിക്കുകയാണെങ്കിലൊക്കെ അതൊക്കെ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ ഒന്നും വിളിക്കില്ല, ചുമന്നിട്ട് വെല്ലാണ്. അപ്പോൾ ഞാൻ ചുമന്നിട്ടാണ് വന്നത്, പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം മഴ ചാറുക, 3 പെട്ടി ഞാൻ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ച് നടന്ന് വരിക ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടുതൽ നടന്നു വന്നു. ഞാൻ വണ്ടിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് മൊത്തം കയറ്റി അയക്കാൻ പോകുന്നത് ഒരു 10-15 കിലോ വർക്കുണ്ട്. ഇതിപ്പോൾ ഒരു 4 കിലോ മാത്രം ഒരാൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ കാതർക്ക മലപ്പുറം. ഞാനിതിന് മുമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുടുംബത്തിൽ മറ്റാർക്കൊക്കെയോ ചേർത്ത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അത് ഒരാൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ഇനി ഇതിലൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ തനിച്ചനിച്ച് പേക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇത് ഏലമാണ്. ഇവിടെ തയ്യാറാവുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളിവിടെ തോട്ടത്തിൽ തയ്യാറാവുന്ന നല്ല 1-ാം തരം ഫസ്റ്റ് ക്വാളിറ്റി ഏലാണ്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കിംഗ് ആണ്. ഇതിൻ്റെ വില വിവരങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ പറഞ്ഞത്. പിന്നെ നമ്മുടെ കുരുമുളകുണ്ട്. ഈ കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് എല്ലാ കുരുമുളക് മണികളും ഒരേ സൈസിലുണ്ടാവും. തരം തിരിക്കുന്നതിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാണിത്. ഇത് 1/2 കിലോൻ്റെ പാക്കിംഗ് ആണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ കൂടുതൽ അയക്കുന്നത് തേയിലപ്പൊടികളാണ്. ഇത് മൊത്തം തേയിലപ്പൊടികളാണ്. ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മൾ BOP പൗഡർ. കട്ടൻ ചായക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. കട്ടൻ ചായക്ക് മാത്രമല്ല, ഇത് നമ്മുടെ പാലൊഴിച്ചുള്ള ചായക്കും പറ്റും. ബട്ട് ഇത് വലിയ തരിയായിട്ടുള്ള പൊടിയാണ്. ഇത് 1/2 കിലോ പാക്കറ്റാണ്. അപ്പോൾ ഇതും നമ്മളിന്ന് കൂടുതൽ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റു നമ്മൾ സാധാരണ അയക്കുന്ന തേയിലപ്പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അയക്കണം. ഞാൻ ഏതായാലും എല്ലാം ഒരു ഭാഗത്തിരുന്ന് പേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ അങ്ങനെ ഏകദേശം എല്ലാം പേക്ക് ചെയ്തു. കണ്ടില്ലേ, എല്ലാം പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ്. ഇപ്പം തന്നെ സമയം 4 മണി കഴിഞ്ഞു. പക്ഷെ നമുക്ക് വർക്ക് ഒക്കെ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായതുകൊണ്ട് പേക്ക് ചെയ്തായില്ല. ഇതിനിപ്പോൾ ഇന്നത്തെ കൊറിയറിൽ ഇവിടുന്ന് കയറി പോവില്ല. ഇനി ഏകദേശം നാളെ ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ചയുള്ള ഇവിടുന്ന് പോവുക. അങ്ങനെ നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ചില ഡിലേ വരും ചില സമയങ്ങളിൽ. വീക്കെൻഡിലൊക്കെ കൊറിയർ അയക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നത്. ഇനി തിങ്കളാഴ്ച അവളും ഇത് അയക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. വണ്ടിയിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും ബുക്ക് ചെയ്ത് വിടും. ഇല്ലെങ്കിൽ മൺഡേ പോകും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഒക്കെ ആയിട്ട് അഡ്രസ്സിൽ റീച്ച് ആവും. ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു.
ഇനി ഏതായാലും കൊണ്ടേ കൊടുക്കാണ്. ചിലപ്പോൾ ഒരു ദിവസം വൈകിയായിരിക്കും വരുന്നത്, കാരണം ഇടയിൽ ഒരു ദിവസം സ്റ്റക്കായി പോകും. മീൻസ് ലീവ് വരുന്നതുകൊണ്ട് ഇപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രഷ് ആയിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കിയതാണ്. നമുക്കിത് ഏകദേശം ഒരു മാസത്തിന് മുകളിൽ 45 ദിവസം വരെ നമുക്കിതിന് ഡേറ്റ് ഉള്ളതാണ് ഈ വർക്കിക്ക്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാം. പിന്നെ വേറെ അപ്പോൾ നമുക്കിതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ടൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ എഫേർട്ടൊന്നുമല്ല, അതൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അതൊന്ന് എന്തൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള ഒരാളുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ കുരുമുളക് നല്ല കുരുമുളക് അവൈലബിൾ ആണ്. ഏലം നല്ല ക്വാളിറ്റി ഏലം കിട്ടും. പിന്നെ തേയിലപ്പൊടി നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും. വർക്കി ഓക്കെയാണ്. പിന്നെ നമുക്ക് വേറെ കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ ഉണ്ട്. നമ്മൾ നീലഗിരി ഓയിലൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നു. നീലഗിരിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്നാലാവും വിധം ഞാൻ അന്വേഷണം നടത്തിയിട്ട് അതിനെ സംബന്ധപ്പെട്ടുള്ള വിദഗ്ധരൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാണിച്ചു തന്നതാണ് ഞാൻ പോയി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അറിയിക്കണം. അത് വെച്ചാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനൊക്കെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ എന്നെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഒരു ചെറിയൊരു സംരംഭമാണ്, ഇതിനെ നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഒരുപാട് അധ്വാനം ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ തുടർന്ന് പുതിയ വീഡിയോകൾ നല്ല നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി വീഡിയോകളൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയേ പറ്റൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വീഡിയോ എടുക്കാൻ പോകുന്ന ഒരുപാട് ചിലവുണ്ട്. ഇപ്പോൾ നമ്മളിത് അയക്കാൻ വരുമ്പോൾ തന്നെ ഇത്രയും നമുക്ക് ചിലവുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതാണ്. അപ്പോൾ വണ്ടി കുറേ കിലോമീറ്ററുകൾ വണ്ടി ഓടാനുണ്ട്. പോരാത്തിന് നമ്മൾ ഈ പാക്കിങ്ങിനുള്ള എല്ലാ സാമഗ്രികളും പ്ലാസ്റ്റർ കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യണം. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ ഒരു ചിലവുണ്ട്. പക്ഷേ ബിസിനസ് നടക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഗംഭീര ഒരു ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരും. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.